നിങ്ങൾ വഴിയരികിൽ നിന്നും കരിമ്പ് ജ്യൂസ് കുടിക്കാറുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഭൂരിഭാഗം കരിമ്പ് ജ്യൂസ് വിൽപ്പനക്കാരുടെയും കരിമ്പ് തൊലി ചുരണ്ടി മാറ്റി തുറസായ സ്ഥലത്ത് വെച്ചിരിക്കുന്നതായിരിക്കും. അതിൽ തന്നെ തൊലിപ്പുറത്തുള്ള അഴുക്ക് ചുരണ്ടി മാറ്റിയാൽ പോലും എത്രത്തോളം വൃത്തിയാകുമെന്നത് ഓരോ കടക്കാരെയും ആശ്രയിച്ചിരിക്കും. അതുമാത്രമല്ല, റോഡരികിലും മറ്റും മണിക്കൂറുകളോളം വെക്കുന്നത് മൂലം വാഹനങ്ങളുടെ പുക, പൊടിപടലങ്ങൾ, ഈച്ച പോലുള്ള പ്രാണികളുടെ സാന്നിധ്യം തുടങ്ങിയവയൊക്കെ അതിൽ പറ്റിപ്പിടിക്കാനുള്ള സാധ്യത 100%. അത്തരത്തിലുള്ള കരിമ്പാണ് കതച്ചരച്ച് നീരൂറ്റിയെടുക്കുന്ന മിഷ്യന് ഉള്ളിലൂടെ വിട്ട് ജ്യൂസാക്കി നമുക്ക് തരുന്നത്. ഇതിന്റെ കാഠിന്യം ഒന്ന് പരീക്ഷിക്കുന്നതിനും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിനുമായി ഞാൻ പുറത്തുനിന്ന് ഒരു കരിമ്പ് ജ്യൂസ് വാങ്ങി. അവിടെ നിന്ന് തന്നെ ഒരു കരിമ്പിന്റെ പീസും. ഇതാണ് പുറത്തുനിന്ന് വാങ്ങിയ കരിമ്പ് ജ്യൂസിന്റെ അവസ്ഥ. പിന്നീട് എന്റെ കയ്യിലിരുന്ന കരിമ്പ് പീസിനെ നന്നായി ഒന്ന് കഴുകി പുറത്തെ തൊലിയൊക്കെ അടർത്തി കളഞ്ഞ് ചെറു കഷണങ്ങളാക്കി മിക്സിയിലിട്ട് ഒന്നടിച്ചു. എന്നിട്ട് അരിച്ചൊരു കുപ്പി ഗ്ലാസ്സിലേക്ക് മാറ്റി. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ കരിമ്പ് ജ്യൂസ്. നിങ്ങൾ തന്നെ കണ്ടോളൂ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഇത് കുടിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. മാക്സിമം പുറത്തുനിന്ന് കരിമ്പ് ജ്യൂസ് കുടിക്കുന്നത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണെങ്കിൽ നമ്മൾ തന്നെ മുൻകൈയെടുത്ത് കരിമ്പൊന്ന് കഴുകി ജ്യൂസ് അടിച്ചു തരാൻ കടക്കാരനോട് ആവശ്യപ്പെടണം. മാത്രവുമല്ല, അതിൽ തണുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന ഐസിന്റെ ശുചിത്വവും നമ്മളൊന്ന് ഉറപ്പുവരുത്തുകയാണെങ്കിൽ നന്നായിരിക്കും. കുറച്ച് സൂക്ഷിച്ചാൽ കുറേയധികം ദുഃഖിക്കണ്ടല്ലോ.